വൈഭവ് സൂര്യവംശി സഹതാപാണ് തോന്നുന്നത് ശരിക്കും. താരം ഏറ്റവും മികച്ച ഇന്നിങ്സ് ഈ സീസണിൽ ഒരു സെഞ്ചുറി അടക്കം കുറെ നല്ല ഇന്നിങ്സ് കളിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല ഇന്നിങ്സ് ഇന്നലത്തെ ക്വാളിഫയർ ടൂലാണ് താരം കാഴ്ചവെച്ചത്. എന്ന് വെച്ചാൽ ഒരു പക്വതയായിരുന്ന ഇന്നിങ്സ്. വെറുതെ വെടിക്കെട്ട് നടത്താൻ മാത്രമല്ല, അപ്പുറത്തെ സൈഡിൽ വിക്കറ്റ് പോയാൽ പിടിച്ചു നിന്ന് കളിക്കാനും തനിക്കറിയാം. ബൗണ്ടറി ഒക്കെ നേടി ബിൽഡ് ചെയ്യാൻ, ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് പ്രൂവ് ചെയ്തൊരു മത്സരമായിരുന്നു. പക്ഷെ രാജസ്ഥാൻ തോറ്റുപോയി. എല്ലാവരും വൈഭവിനോട് എന്താ പറയാ, കളിക്കാരെല്ലാം മത്സരശേഷം രാജസ്ഥാൻ എല്ലാ കളിക്കാരും ജഡേജ അടക്കം വന്ന് വൈഭവിനെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വൈഭവ് തകർന്നു പോയി. ആ 15 വയസ്സുകാരന്റെ ഹൃദയത്തിന് താങ്ങാനാവുന്നത് അപ്പുറമായിരുന്നു ഇന്നലത്തെ തോൽവി. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് 96 റൺസ് ആളുടെ ബലത്തിൽ, വൈഭവിന്റെ ബലത്തിലാണ് രാജസ്ഥാൻ റോയൽസ് 216 റണ്ണ് എന്ന ഒരു വലിയൊരു കൂറ്റ സ്കോർ എടുത്തത്. അപ്പൊ ജയിച്ചു എന്ന് ഏകദേശം ഉറപ്പിച്ചു. പക്ഷെ ഗുജറാത്ത് ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറിയുടെ കരുത്തിലും സായി സുദർശന്റെ ഹാഫ് സെഞ്ചുറിയുടെ കരുത്തിലും തിരിച്ചടിച്ചു. അവര് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെ 160+ റൺ എടുത്തതിന്റെ ബലത്തിൽ സിമ്പിളായിട്ട് അവർ 18 ഓവറിൽ കളി ജയിച്ചു. സൂര്യവംശിയോടൊന്നും തോന്നരുത്, കാരണം അത്ര ബെസ്റ്റ് ഇന്നിങ്സ് ആണ് താരനിര കളിച്ചത്. സ്റ്റാർട്ടിങ്ങിന് തന്നെ അപ്പുറത്ത് ജയ്സ്വാളും അവരേറ്റ് ഫോമിലുള്ള ജുറലൊക്കെ പുറത്തായപ്പോൾ വൈഭവ് സൂര്യവംശി ഒറ്റയ്ക്ക് ഒരു സൈഡിൽ നിന്ന്, പരാഗൊക്കെ വെറും കണ്ട, എന്നാലും വീണ്ടും പഴയ പോലെ തെളിയിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് സൂര്യവംശി അവിടെ നിന്ന് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തു. ജഡേജി നന്നായി കളിച്ചു ഇന്നലെ. ഈ രണ്ടുപേരെ ബലത്ത്, അതുപോലെ ഫിനിഷിംഗ് റോഡിലേക്ക് ഡൊണാവൻ ഫരാരി ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. ഈ ബലത്തിലാണ് 216 റൺസ് എടുത്തത്. പക്ഷെ അതിങ്ങനെ ഇത്രയും പെട്ടെന്ന് ഗുജറാത്ത് ചേസ് ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഗുജറാത്ത് വേഴ്സസ് RCB IPL ഫൈനലിലോടി. അത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിന്റെ ഹോം സ്റ്റേഡിയത്തിൽ. സോ അഡ്വാൻറ്റേജ് ഫോർ ഗുജറാത്ത്. നോക്കാം. പക്ഷെ RCB ആണ്, കോഹ്ലിയൊക്കെയുള്ള ടീമാണ്. ചേസ് മാസ്റ്റർ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചേ പറ്റൂ.